വലിയ ഒരു സ്നേഹമാണ്. ഹബീബായ തങ്ങൾ പ്രചരിപ്പിച്ച ആ പരിശുദ്ധമായ ദീൻ ഏത് കാലത്തും ഏത് സമൂഹത്തിന് മുന്നിലും നമുക്ക് വളരെ ധൈര്യത്തോടെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന സുന്ദരമായ ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ സന്ദേശങ്ങളാണ്. ആ നബി തങ്ങൾ പഠിപ്പിച്ചതിൽ ഒന്നും തീവ്രതകളില്ല, ഭീകരവാദങ്ങളില്ല, നിർബന്ധിക്കലില്ല. എല്ലാം സുഖകരമായ സ്വതന്ത്രമായ രൂപത്തിലുള്ള സന്ദേശങ്ങളാണ്. ഇത് ലോകത്തോട് ഒരിക്കൽ കൂടി നമുക്ക് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, പരിശുദ്ധമായ ദീനിനെയും ഹബീബായ തങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടത്ത് നമുക്ക് പറയാനുള്ളത്, ദീൻ എന്ന് പറഞ്ഞാൽ അത് സുന്ദരമായ നിയമങ്ങളാണ്. ഒരാൾക്കും ഒരു വിഷയത്തിലും വേജാറുണ്ടാകുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒന്നും പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. മുത്തു റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമുക്കൊക്കെ അറിയാം, നബി തങ്ങളുടെ സ്വന്തം നാടായ മക്കത്തുൽ മുകറമ, കുടുംബങ്ങളുടെ നാടായ മക്കത്തുൽ മുകറമ പരിശുദ്ധമായ ദീനി തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ മേലിൽ എല്ലാവരുടെ ബഹിഷ്കരണങ്ങൾ വന്നു. കുടുംബക്കാർ കൈവിട്ടു, നാട്ടുകാർ കൈവിട്ടു, എല്ലാവരുടെയും അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ദിവസങ്ങൾ ചരിത്രങ്ങളിൽ രേഖപ്പെട്ടിട്ടുണ്ട്. ഒരവസ്ഥ വന്നപ്പോഴേക്ക് ഹബീബായ തങ്ങളിലേക്ക് നൽകുന്ന വഹി എന്തായിരുന്നു? ഓ നബിയെ, നിങ്ങൾ മക്കയും വിട്ട് മദീനയിലേക്ക് പോകണം. നിങ്ങളെ നാടാണ് മക്ക, ഉപേക്ഷിക്കണം. നിങ്ങളെ കുടുംബങ്ങളുണ്ട്, നിങ്ങളെ ഫ്രണ്ട്സുമാരുണ്ട്, നിങ്ങളുടെ മുഹിബ്ബീങ്ങളുണ്ട്. എന്നാലും നിങ്ങളെ മക്കയെ വിട്ടുകൊണ്ട് അതിനേക്കാൾ ഉപരി ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, ലോകത്ത് ആദ്യമായി അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ലോകത്തെ ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഹറാം ആ മക്കത്തുൽ മുകറമയിലാണ്. അതും ഉപേക്ഷിച്ചുകൊണ്ട് നബിയെ തങ്ങൾ മദീനയിലേക്ക് യാത്ര പുറപ്പെടണമെന്ന് ആഹ്വാനം വന്നപ്പോഴേക്ക് എല്ലാം ത്യജിച്ചുകൊണ്ട് മദീനയിലെത്തി. ദീർഘമായ കാലം മദീനയിൽ ദീനി ദഅവത്ത് നടത്തി. അവസാനം മക്കത്തുൽ മുകറമയിലേക്ക് മക്ക വിജയത്തിലൂടെ പ്രവേശിച്ചു വന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക ഫത്ഹായി. മക്കയുടെ എല്ലാ അധികാരങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിയ സന്ദർഭം അന്ന് മക്കത്തിലുണ്ട്. മുസ്ലിമീങ്ങളല്ലാത്ത ജനങ്ങൾ, യഹൂദികളുണ്ട്, നസ്രാനികളുണ്ട്, മറ്റുള്ള ആശയക്കാരുണ്ട്. എല്ലാവരും വലിയ പേടിയിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിലേക്ക് മക്കയുടെ അധികാരം ലഭിച്ചിട്ടുണ്ടല്ലോ, ഇനി നമ്മുടെ അവസ്ഥ എന്താണെന്ന് ദുഃഖത്തിലിരിക്കുന്ന, ടെൻഷനിലിരിക്കുന്ന മറ്റു മതക്കാരോട് ഹബീബായ തങ്ങൾ അന്ന് നൽകിയ ഒരു സന്തോഷകരമായ, ഒരു സുന്ദരമായ ആശയമുണ്ട്. എന്താണെന്നറിയോ? അത് ഇദ്ഹബൂ, ഓ ജനങ്ങളെ നിങ്ങൾ പോവുക, അന്തുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന കണ്ടീഷനുകളില്ല, നിങ്ങളോട് പ്രതികാരങ്ങളില്ല. എന്റെ കുടുംബക്കാരെ ഒഴിവാക്കിയതിന്റെ പേരിൽ, എന്റെ ആദ്യത്തെ ലോകത്തെ പള്ളി അതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയതിന്റെ പേരിൽ, എനിക്ക് കല്ലെറിഞ്ഞതിന്റെ പേരിൽ, എന്റെ അനുയായികളാകുന്ന സ്വഹാബത്തുൽ കിറാമിനെ കൊന്നൊടുക്കിയതിന്റെ പേരിൽ നിങ്ങളോട് ഒരാളോടും എനിക്ക് പ്രതികാരമില്ല. എന്റെ സുന്ദരമായ ദീന് പഠിപ്പിക്കുന്നത് ഇദ്ഹബൂ, നിങ്ങൾ പോയിക്കൊള്ളുക, അന്തുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശവുമായി, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസവുമായി മുന്നോട്ട് പോകാം എന്ന് ശാന്തിയുടെ, സമാധാനത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ സന്ദേശങ്ങൾ കൈമാറിയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന സംസാരങ്ങളിൽ നാം വളരെ ആവേശത്തോടെ കാതോർക്കേണ്ടത് നമ്മുടെ സാദാത്യങ്ങൾ പറയുന്ന നിർദ്ദേശനങ്ങളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. വേദിയിലേക്ക് എല്ലാ സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും
വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാദാത്ത് ബയാലവി തങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ സാദാത്യങ്ങളും ആലിമീങ്ങളും നമ്മുടെ വേദിയിൽ വരണം. ഇൻഷാ അല്ലാഹ് പുറത്തു നിൽക്കുന്നവർ ഒളു ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒളു ചെയ്തുകൊണ്ട് നമ്മുടെ സദസ്സിൽ ഇരിക്കണം. നിസ്കാരങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നിർവഹിക്കപ്പെടുന്നത്. വലത്തെ ഭാഗത്തേക്ക് അല്പം ചെരിയേണ്ടതുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സ് കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാവരോടും പറയട്ടെ, ഇനിയുള്ള സമയം, നിമിഷങ്ങൾ നമുക്ക് നോട്ടം ഇബാദത്താണ്, നമ്മുടെ കേൾവി ഇബാദത്താണ്, നമ്മുടെ ഇരുത്തങ്ങൾ ഇബാദത്താണ്. അതിനുള്ള വലിയ തൗഫീഖാണ് ഈ വേദിയിലൂടെ ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن. ಈದ್ ಮಿಲಾದ್ ಬರ್ತಾ ಇದೆ, ಎಲ್ಲರೂ ಚೆನ್ನಾಗಿ ಆಚರಣೆ ಮಾಡಿ. ನಮ್ಮ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟಿಂದ ಫುಲ್ ಕೋಆಪ್ರೇಷನ್ ನಿಮಗಿರುತ್ತೆ. ಬಟ್ ಯಾರೂ ಕೂಡ ಕಾನೂನನ್ನ ಕೈಗೆ ತಗೊಳ್ಬಾರ್ದು. ನೀವು ಚೆನ್ನಾಗಿ ನಿಮ್ಮ ನಮ್ಮ ಮನೆಯಲ್ಲಿ ನಾವು ಧಾರ್ಮಿಕ ಆಚರಣೆ ಚೆನ್ನಾಗಿ ಮಾಡಿ ಎಲ್ಲರೂ ಚೆನ್ನಾಗಿರೋಣ ಅಂತ ಹೇಳ್ತೀನಿ. ಥ್ಯಾಂಕ್ ಯು. അൽഹംദുലില്ലാഹ്. ഉളു ചെയ്യാൻ ബാക്കിയുള്ളവർ ഉളു ചെയ്ത് ഇരുന്ന് സഹകരിക്കണം. പുറത്ത് നിൽക്കുന്നവർ, സാദാത്യങ്ങൾ പറഞ്ഞതാണ്, നമ്മുടെ സദസ്സ് വളരെ ഭംഗിയാണ്. ആവശ്യമില്ലാതെ ഒരാളും പുറത്ത് നിൽക്കരുത്. പണിയില്ലാത്ത എല്ലാവരും ഇവിടെ വന്നത് ഹുബ്ബുർ റസൂലാണ്. ആ മഹബത്ത് കൊണ്ട് തന്നെ സദസ്സിലിരിക്കലാണ് വളരെ ഭംഗി. പുറത്ത് സംസാരിച്ചുകൊണ്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ഇൻഷാ അല്ലാഹ് മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ബഹുമാനപ്പെട്ട മൽജഹ് തങ്ങളവരുകളെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين. أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. محمد سيد الكونين والثقلين والفريقين من أرب ومن أجم، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദ് ഇസ്മായിൽ തങ്ങൾ, സയ്യിദ് സാദാത്ത് തങ്ങൾ,
സയ്യിദ് ഫദൽ ജമലുല്ലൈലി തങ്ങൾ, സയ്യിദ് അബ്ദുസ്സലാം അൽ ഹാദി തങ്ങൾ, SM തങ്ങൾ അവറുകൾ, അതുപോലെ പട്ടംതെടുക്ക ഷറഫുദ്ദീൻ തങ്ങൾ, ഇങ്ങനെ ഒരുപാട് സാദാത്തുക്കൾ, മുസ്തഫ തങ്ങൾ, ഒരുപാട് സാദാത്തുക്കളും ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരും, കർണാടക മുസ്ലിം ജമാഅത്ത്, SOS, SSF, SMA, SM, SJU, ഇങ്ങനെ തുടങ്ങിയ ഒന്നിരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ AP ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മാ സ്വഹ മഹാനവറുകൾ നേതൃത്വം കൊടുക്കുന്ന സുന്നി സംഘ കുടുംബത്തിലെ എല്ലാ സംഘടനാ പ്രവർത്തകന്മാർ, ഭാരവാഹികൾ, നമ്മുടെ മുഅല്ലിമുകൾ, നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന മുതഅല്ലിമുകൾ, ഇതിന്റെ പരിപാടി കൺട്രോൾ ചെയ്യുന്ന SOS-ന്റെ സ്വാന്തന വിഭാഗം പ്രവർത്തകന്മാർ, സഹോദരങ്ങളെ, സുദീർഘമായി പ്രസംഗിക്കേണ്ട സമയമല്ല. ഈ ഒരു ആവേശം, ഒരു സന്തോഷം, ഈ ഒരു ഒത്തുകൂടൽ കാണുമ്പോൾ മുന്യരായ സയ്യിദുനാ താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദ പഴയ വലിയ ഒരു ഖുബ്ബുർ റസൂൽ കോൺഫറൻസിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സംസാരിക്കാനല്ല തോന്നുന്നത്, ഈ പരിപാടിയിൽ കൂടി സന്തോഷിക്കാനാണ് തോന്നുന്നത് എന്ന് ഒന്നിരായ താജുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഖുബ്ബുർ റസൂൽ കോൺഫറൻസിനോട് അതിയായ മഹബത്തും അതിയായ സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു എങ്കിൽ, സഹോദരങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ ജന്മദിനം, മീലാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണ്, ആനന്ദിക്കാൻ വേണ്ടിയാണ്. നേരത്തെ സ്നേഹിതൻ അഷ്റഫ് സഖാഫി ഉസ്താദ് പറഞ്ഞല്ലോ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. നബിയെ തങ്ങൾ പറയണം, പറഞ്ഞു കൊടുക്കണം, ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് ചോദിച്ചാൽ ഏത് LKG കുട്ടിയോട് ചോദിച്ചാലും പറയും, ഏതാ മോനെ റഹ്മത്ത്? അത് റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് റഹ്മത്ത്. ഫബിദാലിക ഫല്യഫറഹു. ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായ രീതിയിൽ ഒരു വലിയ പ്രഖ്യാപനമാണ് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങളോട് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഫല്യഫറഹു, അവർ സന്തോഷിക്കട്ടെ, എന്റെ മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ, എന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കട്ടെ. വലിയ സന്തോഷമാണ്, ആഹ്ലാദമാണ്, ആനന്ദമാണ്. അതെങ്ങനെയാ പറഞ്ഞറിയിക്കുന്നത്? മുണ്ടാതെ റൂമിന്റെ ഉള്ളിൽ കുത്തിരുന്നിട്ട് ആരും അറിയാതെ അടച്ചിട്ടാൽ പ്രകടിപ്പിക്കാൻ കഴിയോ? ഇതാ ഗുരുവായൂരക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ സിയാറത്ത് ചെയ്ത് ഒന്നിരായ ഇസ്മായിൽ തങ്ങൾ നമുക്ക് ദുആ ചെയ്തു തന്നു. സാദാത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ സാദാത്തുക്കളും ഉലമാക്കളും മുതഅല്ലിമുകളും കൊടിയും പിടിച്ച് തക്ബീറും സലാത്തും ചൊല്ലി ഇങ്ങനെ നടന്നു വരികയാണ്. റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് അറ്റാച്ച് റൂമിൽ ബാത്റൂം ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു യന്ത്രം ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന കാലമാണ്.
ബാത്റൂമിന്റെ ഉള്ളിൽ തന്നെ അറ്റാച്ച്, ബെഡ്റൂമിന്റെ ഉള്ളിൽ തന്നെ അറ്റാച്ച് ഉണ്ട്. എന്നാലും കട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാത്റൂമിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു മിഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന കാലാണിത്. അത്രയും നടക്കാൻ കഴിയാത്ത കാലം. ആ കാലഘട്ടത്താണ് സഹോദരങ്ങളെ നമ്മളൊക്കെ കിലോമീറ്റർ ചില്ലാനും നടന്നു വന്നത്. ആർക്കാണ് സാധിക്കുന്നത്? ആർക്കാണ് കഴിയുന്നത്? ആരാണ് ഷുഗർ ഇല്ലാത്തവർ? ആരാണ് പ്രഷർ ഇല്ലാത്തവർ? ആരാണ് കയ്യിന് വേദന ഇല്ലാത്തവർ? എല്ലാവരും കഴിയാത്തവരാണ്. എന്നാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ദാ ആ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ദാ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇനി വലിയ പരിപാടി നടക്കാൻ പോവുകയാണ്. ഒരുപാട് പ്രസംഗികന്മാർ നമുക്ക് പ്രസംഗിച്ചു തരും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. ബുർദ ലഭിക്കാൻ പോവുകയാണ്. സ്വലാത്ത് ചൊല്ലാൻ പോവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് മുമ്പും ജനനത്തിന് ശേഷവും ഇവിടെ അരങ്ങേറിയ അത്ഭുതങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടുള്ള മൗലിദ പാരായണങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ കേരളക്കരയിൽ നിന്ന് ലോകം കണ്ട സദാത്ത് ബദറുസ് സദാത്ത് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. മഹാനവറുകൾ യാത്ര തിരിച്ചിട്ടുണ്ട്. നമ്മളെ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹുബ്ബുർ റസൂൽ കോൺഫറൻസിനെ വലിയ ആവേശമുണ്ടാക്കാൻ, വലിയ സന്തോഷകരമാക്കാൻ, വലിയ വിജയകരമാക്കാൻ സദാത്ത് തങ്ങൾ, ബഹുമാനപ്പെട്ട ബദറുസ് സദാത്ത്, ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളവറുകൾ, കടലുണ്ടി തങ്ങളവറുകൾ നമ്മളെ മജ്ലിസിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നോട് നിങ്ങളോടും പറയാനുള്ളത് കഴിവിന്റെ പരമാവധി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വർദ്ധിപ്പിക്കുക, നല്ലോണം സ്നേഹമുണ്ടാക്കുക. നല്ലോണം സ്നേഹം നമ്മുടെ ശരീരങ്ങളിൽ, കണ്ണുകളിൽ, ചെവികളിൽ, നാക്കുകളിൽ, കരങ്ങളിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് വർദ്ധിപ്പിക്കുക. ഹബീബായ മുത്തുനബി തങ്ങളെ വിരോധിക്കുന്നവരോട്, മഹബത്തിനെ എതിർക്കുന്നവരോട്, മീലാദിനെ എതിർക്കുന്നവരോട് അതിന്റെ അചഞ്ചലമായ എതിർപ്പ് പ്രകടിപ്പിക്കുക, വിരോധം പ്രകടിപ്പിക്കുക. നായി തൊട്ട കലം പോലെ അവരെ ദൂരീകരിക്കുക. അവരടുപ്പിച്ചാൽ ഇവിടെ മഹബത്ത് ഉണ്ടാകില്ല. അവരടുപ്പിച്ചാൽ ഇവിടെ മീലാദ് ഉണ്ടാകില്ല. അവരടുപ്പിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന തലമുറ ഇവിടെ ബാക്കിയാകില്ല. അതുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ പള്ളികളിലും മദ്രസകളിലും വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക, മൗലിദ് വർദ്ധിപ്പിക്കുക, മഹബത്ത് വർദ്ധിപ്പിക്കുക. അൽഹംദുലില്ലാഹ്, ഇത് രണ്ടാമത്തെ കൊല്ലമാണ് ബെൽത്തങ്കടി താലൂക്കിൽ, എല്ലാ ബെൽത്തങ്കടി താലൂക്കിലെ മുക്കുമൂലകളിലുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും സുന്നി കോർഡിനേഷൻ അതിന്റെ കീഴിൽ ഒരു വലിയ മൗലിദ് കേരളത്തിൽ മസ്ജിദുൽ അസ്ഹാറിൽ നോളജ് സിറ്റിയിൽ ഇന്നലെ അതിബൃഹത്തായ മൗലിദുൽ അക്ബർ, ലോകത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാരും സദാത്തുക്കളും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയെങ്കിൽ നമുക്കും അഭിമാനിക്കാം. നമ്മളെ ബെൽത്തങ്കടി താലൂക്കിലെ ഏറ്റവും വലിയ ഒരു മൗലിദുൽ അക്ബറാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ഏറ്റവും കുന്തും ഖൈറ ഉമ്മ, ഉമ്മത്തി നാം ഉമ്മത്തിമാരുടെ കൂട്ടത്തിൽ അംബിയാ മുർസലീങ്ങളുടെ സമുദായത്തിൽ ഏറ്റവും ഉന്നതരാണ്. ആ ഉന്നതന്മാരിൽ ഏറ്റവും വലിയ ഉയർന്നവരാണ് അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ. അത് കഴിച്ചാൽ അതോടുകൂടി ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഉലമാക്കൾ. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഉതുൽ ഇൽമ ദറജാത്ത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞുകൊണ്ട് ലോകത്തിന് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന ഉലമാക്കൾ, സദാത്തുക്കൾ, ഉലമാക്കൾ, ആ ഇൽമി വിജ്ഞാനം നമ്മളെ കുരുന്ന മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമുകൾ, ആ വിജ്ഞാനം ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുന്ന
മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുത്ത് അവർക്ക് സ്ഥാനം പ്രകടിപ്പിച്ച പ്രശസ്തരായ മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സംഘ കുടുംബത്തിലെ പ്രവർത്തകന്മാർ, ഇതിനേക്കാൾ വലിയവർ ഇനി ആരാണുള്ളത്? അതുകൊണ്ട് നമ്മളെ കൂടെ ലക്ഷക്കണക്കിന് മലക്കുകൾ, നല്ല നല്ല ജിന്നുകൾ, നല്ല സ്വലീങ്ങളുടെ അർവാഹുകൾ എല്ലാം സംഘടിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് വെൽത്തങ്കടി താലൂക്കിന്റെ നെഞ്ചത്ത് വെച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹബത്ത് പ്രകടിപ്പിക്കുന്ന വലിയ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മൗലിദുൽ അക്ബർ ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. അല്ലാഹു കബൂലാക്കുമാരാകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ പോരായ്മകളെ പരിഹരിച്ചു തരുമാരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന മഹത്തായ ആയത്ത് ഓതിക്കൊണ്ട് ഈ മഹത്തായ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നമസ്കാരത്തിന് മുമ്പ് ഒരു ആശംസ പ്രസംഗം നടക്കുകയാണ്. സുന്നി സംയുക്ത ജമാഅത്ത് ആദരണീയരായ പ്രസിഡന്റ്, മൂടക്കൽ മദീനത്തുൽ മുനവ്വറയുടെ പ്രസിഡന്റുമായിട്ടുള്ള സയ്യിദ് ഇസ്മായിൽ ഹാദി മദീനി തങ്ങൾ ഉസ്താദ് അവരുകൾ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. വേദിയിലിരിക്കുന്ന സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഈ ഒരു മജ്ലിസിൽ വന്നു കൂടിയ മുതഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ ധീര പ്രവർത്തകന്മാർ, അൽഹംദുലില്ലാഹ് നമുക്ക് സുന്നി കോർഡിനേഷന്റെ കീഴിൽ ഒരു ബൃഹത്തായ മൗലിദ് പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ മൽജ തങ്ങൾ പറഞ്ഞതുപോലെ ഗുരുവായൂർക്കര ആ ഔലിയാക്കന്മാരുടെ ഹദറത്തിൽ വെച്ച് തുടങ്ങി ഇവരു ഹൈവേയിലൂടെ കൂടി നടന്ന് ഇവിടെ എത്തി നല്ല റാഹത്തിൽ മഴയുടെ അതുപോലത്തെ എന്തും ബുദ്ധിമുട്ടില്ലാതെ കണ്ട് നമ്മെ അനുഗ്രഹിച്ച അള്ളാഹുവിന് ആയിരമായിരം സ്തുതികൾ നാം നേരുന്നു. ഇങ്ങനെയുള്ള മൗലിദ് പറഞ്ഞാൽ എന്താണ്, ഹുബ്ബുർ റസൂൽ പറഞ്ഞാൽ എന്താണ് സഹോദരന്മാരെ? പുന്നാര നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹുകൾ, സ്വലാത്തുകൾ, ബൈത്തുകൾ ചെല്ലുക. അത് തനിച്ച് വീട്ടിലിരുന്നും അതുപോലെ തന്നെ ചെറുതും വലുതുമായ സദസ്സിലും അതുപോലെ തന്നെ മഹാസമ്മേളനങ്ങൾ വെച്ചും ആഘോഷിക്കുന്നത് അതാണ് മൗലിദ്. നാം മനസ്സിലാക്കണം, പുന്നാര നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതചര്യ പഠിച്ചും കൊണ്ടോ അത് നാം പിൻപറ്റുകയും വേണം. എല്ലാ ദുസ്വഭാവങ്ങൾ ഒഴിഞ്ഞു മാറി യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായി മാറി നാം പ്രവർത്തിക്കുന്ന പക്ഷം
അല്ലാഹു നമുക്ക് വമ്പിച്ച വിജയം നൽകും, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് വന്ന് സഹകരിച്ച, സഹായിച്ച, ഇതിനു വേണ്ടി അധ്വാനിച്ച, ഇതിനു വേണ്ടി ആ പകലും എല്ലാ നിലക്കും വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകന്മാർക്കും ഇവിടെ കൂടിയ ഓരോരുത്തർക്കും എല്ലാവിധം ആശംസകൾ, സന്തോഷങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കിന് ഞാൻ വിരാമം നൽകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. ചെറിയ ക്രോസ് എടുത്ത മോത്തുകു
ഹാളിന്റെ ഇടത്തെ മുഖത്ത് ചെറിയ ഇടത്തെ മുഖത്ത് തിരിയൊന്ന് കിബിലത്ത്. اللهم صل على سيدنا محمد. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل؟ ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. الله سمع الله لمن حمده. الله سمع الله لمن حمده.
ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹത്തായ മജ്ലിസ് ആരംഭിക്കുകയാണ്. സാദാത്യങ്ങളുടെയും ഉലമാക്കളുടെയും നേതൃത്വത്തിലായി നടക്കുന്ന മൗലിദ് ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ ബഹുവന്യരായ ത്വാഹ തങ്ങൾ ഉസ്താദ് നേതൃത്വത്തിൽ ബുർദാ മജ്ലിസ് ഇവിടെ നടക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടെ ഉളൂവോടുകൂടെ തന്നെ ഇരിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാവരും ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ ഇരുന്ന അതേ ലൈന് കീപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കണമെന്ന് അറിയിക്കുന്നു. എല്ലാവരും ലൈനായി തന്നെ ഇരിക്കണം. നിസ്കാരത്തിന് ഇരുന്ന അതേ ലൈന് കീപ്പ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ഇരിക്കേണ്ടത്. പുറത്തുള്ള എല്ലാവരും ഉസ്താദുമാരും ഉമറാക്കളും മുഅ്മിനീങ്ങളും എല്ലാവരും സദസ്സിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു മജ്ലിസ്. ഒരുപാട് സാദാത്തുക്കൾ ആലിമീങ്ങളൊക്കെ നേതൃത്വം വഹിക്കുന്ന ഇങ്ങനത്തെ ഒരു മജ്ലിസ് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ചെറിയ എളുപ്പത്തിലൊന്നും നമുക്ക് കിട്ടാൻ കഴിയില്ല. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ കിട്ടിയ വലിയ ഒരു ഭാഗ്യമാണെന്ന് മനസ്സിലാക്കി. കാരണം ഇവിടെ ഉള്ള സാദാത്തുക്കൾ ആലിമീങ്ങളെല്ലാം ഒരുപാട് തിരക്കുകളും അതുപോലെ ഒരുപാട് പരിപാടികളൊക്കെ ഉള്ളവരാണ്. എങ്കിലും അവരൊക്കെ മനസ്സിൽ കരുതിയത് നേരത്തെ മൽജതങ്ങളെ പറഞ്ഞതുപോലെ നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ ഒന്ന് അംഗീകരിക്കണം, നമ്മളെ കണ്ട് ഒന്ന് സന്തോഷിക്കണം എന്ന നിലക്ക് എല്ലാവരും വോളണ്ടിയർമാർ ആവശ്യമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ തന്നെ വന്ന് ഇരുന്ന് സലാത്തുകളും മദ്ഹുകളൊക്കെ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബഹുമാനം നമ്മളെ കൽബിൽ അങ്ങ് കടത്തി അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന അനുയായികൾ നമ്മളൊക്കെ പെടണം. പുറത്തു നിൽക്കുന്ന ആൾക്കാരൊക്കെ അനാവശ്യമായി പുറത്തു നിന്ന് നഷ്ടപ്പെടുത്തരുത്. ജീവിതത്തിൽ കിട്ടിയ വലിയ ഒരു അവകാശമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നഷ്ടപ്പെടുത്താതെ എല്ലാവരും കൈനത്തര വന്ന് സദസ്സിൽ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ഇലാ ഹളറത്തി സയ്യിദിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹ് يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة روح نبينا وحبيبنا وهادينا مصطفى محمد صلى الله عليه وسلم. اللهم إلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين
وإلى حضرات أصحابه البدريين والهديين والحنينين والخندقين والخيبرين ولسائر الصحابة والقرابة كلهم أجمعين، وإلى حضرات الأولياء والأنبياء والعلماء والزهداء والصالحين. اللهم زد فضلا على فضلهم وكرامة على كراماتهم لديك. اللهم احفظ علينا من فيوضاتهم وأمدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وقل حوائجنا وعد ديوننا واشفنا واشف مرضانا يا شافي المرضى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഹലോ. بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول قمر النبي الهدى أوجد نوره قبل خلق العالم وسماه محمدا. صل وسلم وبارك عليه وأخرجه في آخر الزمان كما قدر وعبدا وألبسوا خلعة الجمال التي لم يلبسها أحدا. وولد بوجه أخجل قمرا وفركدا. ألا هو الذي توسل به سيدنا آدم عليه السلام وافتخر بكونه والدا واستغاث به سيدنا نوح عليه السلام فنجا من الردى وكان في سلب سيدنا إبراهيم عليه السلام حين ألقي في النار فعاد وصالح ومخمدا ورات أمه سيدتنا آمنة يا الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا. اللهم صل وسلم وبارك عليه. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يديه الله عز وجل قبل أن يخلق آدم عليه السلام ب1000 أيام. سبح الله ذلك النور وتسبح الملائكة بتسبيحه. فلما خلق الله تعالى سيدنا آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب سيدنا آدم عليه السلام إلى الأرض وجعلني في السفينة في صلب سيدنا نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة للأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاه قط. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على رسول الشفيع الأبطهي
والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الأبطحي والحبيب العربي روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من أبد الله إلى بطن آمنة رضي الله عنها أطهر فتاة في العرب وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والولدان ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة رضي الله عنها قد استقر ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة رضي الله عنها اهتز العرش طربا واستبشارا وزاد الكرسي هيبة ووقارا وامتلأت السماوات أنوارا وضجت الملائكة تهليلا واستغفارا فأصبحت آمنة رضي الله عنها تلك الليلة والأنوار تلوه في جبهتها المؤتمنة وأمنت به من المخاوف الكامنة وظهرت لانتقال نوره الآيات
المخلوقات. ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بنيل المنى، وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا. وسميت الملائكة في شوال يبشرونها بالظفر بغاية المنى. ورات الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنمار والوقار والسنا. وأتاها في ذي الحجة موسى الكريم عليه السلام وأعلمها برتبة سيدنا محمد صلى الله عليه وسلم وجاهه الأسنى. وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا، واصطفت الملائكة منزلها في سفر، فعلمت أن موعد السرور قد قرب ودنا. فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا. ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة رضي الله عنها أمر الولادة، وحان بروج شمس السعادة تلألأ الحق نورا أضاء ونشر له في الكون علام الرضا. وإذا بطائر أبيض قد سقط من الهوى فمر بجناحيه على بطن آمنة رضي الله عنها مسرعا، فضربها المخاض ليلة الاثنين 12 من شهر ربيع الأول، وولدت صبيحتها النبي الثقلين صلى الله عليه وسلم وعلى آله وصحبه وسلم أجمعين. سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. ولد الحبيب السيد المتعبد والنور من وجناته يتوقد. يا ربي جبريل نادى في منسة حسنه هذا مليح الكون هذا أحمد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا كحيل الطرف هذا المصطفى هذا جزيل الوصف هذا السيد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا جميل النعت هذا المرتضى هذا مليح الوجه هذا الأوحد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا الذي خليت عليه ملابس ونفائس فنظيره لا يوجد. يا ربي صل على النبي محمد منجي الخلائق
جهنم في غد. قالت ملائكة سماء بأسره ولد الحبيب ومثله لا يولد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غد. بشرى لي أمته برؤية وجهه هذا هو الجاه العظيم الأزيد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غد. ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند. يا ربي صل على النبي محمد منجي الخلائق من جهنم في غد. صلى عليك الله يا علم الهدى ما ناح خير في العسون يغرد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غد. اللهم صل وسلم. وروي أن آمنة رأت هنا ولا صلى الله عليه وسلم نور على الله كسر بصرى من أرض الشام. وروي أن آمنة قالت لما ولدت مددت عيني لأنظر ولدي فلما رأوا ثم وجدت في المخدي وهو مكهول مدهون مقدون ملفوف بالثوب من الصوف الأبيض ألين من الحرير يفوه الطيب من جنابه. فجعلت أنظر إليه وإذا منادي ينادي أخفوا عن أعين الناس. قالت فما كان غيبة وحضوره إلا كلمه البشر. ولما كنت متهيرة من ذلك إذا بثلاثة نفر قد دخلوا علي كأن وجوههم أكمار وفي يدي أحد بريكم من الفضة وما الآخر الدت من الزبرجد الأخضر وفي يدي الثالث حريرة بيضاء مطوية فنصرها فإذا هي خاتما يحيي أعين الناظرين من سدة نوره. حمل ابني وناوله لصاحب التصدي أنا أنظر إليه وغسلوا من ذلك الماء الذي في الإبريق 7 مرات. ثم قال لصاحبه اكتم بين كتفيه خاتم النبوة وهو خاتم النبيين وسيد أهل السماوات والأرض أجمعين. وقيل لما ولد صلى الله عليه وسلم خمدت تلك الليلة نار فارس بعد الضرام ولم تكن خمت قبل ذلك ب1000 أيام. وارتج إيوان كسرى وسقط منه 4 صرافة وغالت بحيرة صابت وأصبات أصنام الدنيا كلها منكوسا. ورميت الشياطين من السماء بسحب الصواكب وانبلج صبح الحق وبطل ما كانوا يأمله كل كاذب. وروي أن يحيى بن عروة أن نفرا من قريش كانوا عند صنم من أصنامهم قد اتخذوا ذلك اليوم عيدا من أيامهم ينهرون فيه الجزور ويأكلون ويشربون قد أكفوا عليه ويقولون ويلأبون. ودخلوا عليه وجدوه مكبوبا على وجهه فانكروا عند ذلك عليه رده إلى حاله فانقلب انقلاب صائر ففعلوا ذلك 3 وهو لا يستقيم. ولما رأوا ذلك أبدوا ظنا تألما وأصبحوا إذ الذي كانوا فيه ماتما. وقال عثمان بن الهويرث ما له قد أكسر تنكسا إن هذا لأمر حدث وأنسدا كلبه يسلى بالنار. صلى
محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم آيا صنم العيد الذي صف حوله صناديد من وفدي بعيد ومن قربي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية تنكست مقلوبا فما ذاك قل لنا فمن حزننا قدرت العير بالصحب صلاة وتسليم وأزكى على المصطفى المختار خير البرية فإن كنت من ذنبي أتينا فإننا نبوء بإقراري ونلوي عن ذنبي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية فإن كنت مغلوبا ونكست صغيرا فما أنت في الأوصان بسيد ربي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية تردى لي مولودين أضاءت بنوره جميع فجاج الأرض خوفا من الرعب صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية ونار جميع البرج قد خمدت له وقد بات شاه الفرس في أعلام الكرب فيا لقصير رجيع الضلالك وهبوا إلى الإسلام والمنزل الرحبي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم. بسم الله الرحمن الرحيم. قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم فلما أكلوا قالوا يا عبد المطلب ما سميت ابنك قال سميته محمدا فقالوا قد رغبت عن أسماء آبائك قال أردت أن يحمده من على الغبراء محمدا سمه نبي الهدى وهو أحق الناس بالحمد صلى عليه الله ما أشرقت شمس الضحى في ذلك السعد
فلما كان وقت ظهور إصراره وإشراك الكون بأنواده فبينما آمنة رضي الله عنها في بيتها وحيدة مستأنسة ببركاته وهي فريدة ولم تشعر إلا وقد أشرق في